വിഷ്ണു അമ്മാവനിലേക്കാണ് ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ എത്തുന്നത്. ഏതാണ്ട് കുറ്റം സംഭവിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്? വിഷ്ണു ഇത് കണ്ടിരുന്നു? എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് നമ്മളിപ്പം നിലവിലൊരു 5 മാസം മുമ്പ് ഞങ്ങളിവിടുന്ന് മാറി താമസിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ എൻ്റെ ഈ മരിച്ചതെന്ന് പറയുന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയും ഞങ്ങളുടെ അച്ഛൻ തല്ലി എന്ന് പറഞ്ഞിട്ടൊരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാനത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. കാരണം അവരെ മെയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ദേഹത്തിൻ്റെ പാടും കാര്യങ്ങളൊക്കെ വരും. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 മാസമായിട്ട് മാറി താമസിക്കായിരുന്നു വാടകയ്ക്ക്. അതിനുശേഷം ഈ കൊലക്കുറ്റം ചെയ്തെന്ന് പറഞ്ഞ വിജയൻ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്, അമ്മയുടെ സഹോദരനാണ്. പുള്ളിയാണ് ഒരു 5 മാസമായിട്ട് അവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പോയതിനു ശേഷം അവരുടെ എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് ഇവിടെ വരുന്നത്. അപ്പം പൂർണ്ണമായിട്ട് അവരുടെ ആരോഗ്യത്തിലും ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മോനൊന്നും കഴിച്ചിട്ടില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം ഈ ഒരു 5 മാസം കൊണ്ട് അവരെ കൊല്ലും എന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മേലോദ്രം ചെയ്തിട്ടുണ്ട്. ഒരു 3 ദിവസം മുമ്പ് തന്നെ ഈ അപ്പൂപ്പനെ അമ്മൂമ്മയെ പുള്ളി കയ്യേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. കൈയും കാലൊക്കെ തല്ലി ചതക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മാവേലിക്കരയിൽ. അപ്പം അവിടുന്ന് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരും ഡയറക്റ്റായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നടന്നൊരു സംഭവമാണിത്. ഞങ്ങളിന്ന് രാവിലെ ഇവിടുത്തെ എൻ്റെ അമ്മയുടെ പേരമ്മ, അമ്മയുടെ ചേച്ചി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തീ പിടിക്കുന്നു. അപ്പം നമ്മൾ വന്ന സമയത്ത് ഈ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ വിഷ്ണു ഇവിടെ വന്ന് കാണുമ്പോൾ എന്താ അവസ്ഥ? ഞാനിവിടെ വന്ന് കാണുന്ന സമയത്ത് വീട് മൊത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയർഫോഴ്സുകാർ വന്നിട്ട് തീ അണക്കുകയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ബോഡി ഉണ്ടോ, ഇവിടെ ആളുണ്ടോ എന്ന് തന്നെ അവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഷീറ്റൊക്കെ പൊക്കി ആ ഒരു റൂമിൽ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്, ആ ഒരു ഭാഗത്തായിട്ട്, ആ തെക്കേ വശത്ത്. അപ്പം അവിടെ നോക്കിയ സമയത്ത് അതിനടിയിൽ മൃതദേഹം കത്തിക്കഴിഞ്ഞ രീതിയിൽ കിടക്കുകയാണ്. ഒരു 3/4 ഭാഗവും കത്തിയിട്ടുണ്ട്, 5 ഭാഗമൊക്കെ ആയിട്ട്. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടെ ഉള്ളപ്പോൾ തന്നെ തീയിട്ടതാണോ? ജീവനോടിരിക്കുമ്പോൾ തന്നെ തീയിട്ടാണെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം എന്ന് വെച്ചാൽ അതിനല്ല, എനിക്കൊരു സംശയം ഞാൻ എൻ്റെ അങ്ങോട്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ പ്രായമുള്ള ഒരാളാണ്. തീ കത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ബോഡിയിൽ പൊള്ളലേക്കുമ്പോൾ കിടക്കുന്നിടത്തു നിന്ന് പിടയോ ഓടുകയോ ഒക്കെ ചെയ്യാം. ഞാൻ ഇത്ര നാളോട് താമസിച്ച ഒരാളാണ്. ആ കിടക്കുന്നിടത്ത് തന്നെ കിടന്നവർ അപ്പൂപ്പൻ ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. ആ രീതിയിൽ തന്നെ കിടന്നുറങ്ങണമെങ്കിൽ ഒന്നുകിൽ അവരെ കൊന്നിട്ട് കത്തിച്ചാണെങ്കിൽ നല്ല സംശയമുണ്ട്. അത്ര സംശയമുണ്ട്. കാരണം പുള്ളിയുടെ ഒരു പെരുമാറ്റവും ഇതുപോലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് സംശയമുണ്ട്. പുള്ളി കൊന്നത് തന്നെയാണ്, കൺഫേമാണ്. വിജയൻ എന്തിനാണ് ഇത്ര ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയത്? അച്ഛനും അമ്മയോടൊപ്പം താമസിക്കുമ്പോൾ തന്നെ ഇവിടെ അങ്ങനെ തോന്നാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇവിടെ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വസ്തുപ്രശ്നം, ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒരു 10-20 സെന്റ് ഉണ്ട്. അപ്പം പല മക്കളുടെ 5 മക്കളുടെ പേലായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊരു കണ്ണ് പുള്ളിക്കുണ്ട് ഓൾറെഡി. പുള്ളിയും മോനാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ നല്ലവിടെ ഉള്ളായിരുന്നുള്ളൂ. അതായത് സ്വത്തുതർക്കമാണ് പൊതുവെ നിലവിലുണ്ടായിരുന്നത്. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഏകദേശം ഒരു 20 സെന്റിനകത്ത് കാണാം. അത് ഈ 5 മക്കളുടെയും പേരിൽ 3 മക്കൾ മരണപ്പെടുകയും ചെയ്തിട്ടില്ല. കേട്ടില്ല. 3 മക്കൾ മരണപ്പെടുകയും ചെയ്തു. 3 മക്കൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ബാക്കി മക്കളും കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ അത് വീതം വെച്ച് പോകുന്ന രീതിയിലായിരുന്നു. ആ ഒരു സ്വത്തിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു. കാരണം അവർക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ശത്രുത കാര്യങ്ങളോ തോന്നാനായിട്ട് അവർ ചെയ്തിട്ടുമില്ല. ആ രീതിയിൽ ഇങ്ങോട്ടും അങ്ങനെ വേറെ ആരും ഇല്ല ചെയ്യാനായിട്ട്. വിജയൻ എന്ന് പറയുന്ന വിഷ്ണുവിന്റെ അമ്മാവൻ നിരന്തരം അച്ഛനും അമ്മയായിട്ട് കലഹിക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും പരാതി വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു മേലോദ്രം ചെയ്തതിനു ശേഷം. എപ്പോഴും കൊല്ലും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചത്തില്ലെങ്കിൽ പുള്ളി തന്നെ കൊല്ലുമെന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒരു സംസാരം ഉണ്ടായത് ഇവിടെ. ഒരു 90 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഇവരെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ കരുതിയിരുന്നു? സത്യം പറഞ്ഞാൽ വന്നപ്പോഴും ഞാൻ വിചാരിച്ചത് അവരോടെല്ലാം മാറി നിൽപ്പുണ്ടായിരിക്കും, വീണ്ടും മാത്രമേ തീ പിടിച്ചിട്ടുണ്ടെന്നാണ്. കണ്ടപ്പോൾ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടായ പോലും നമുക്കുള്ളിൽ സ്നേഹം കാണും, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ. ഈ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ വിഷ്ണു അവസാനം കണ്ടത് എപ്പോഴാണ്? ഞാനൊരു 2 ദിവസം മുമ്പ് ഇവിടെ അമ്പലത്തിന്റെ പണി നടക്കാണ് ഇവിടെ കുടുംബക്ഷേത്രത്തിന്. അപ്പോൾ അതിന്റെ സമയത്ത് എനിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ എടുത്ത് സംസാരിച്ചിട്ട് ഞാൻ പോയത്. ഞാൻ അധികം സംസാരിച്ചില്ല, ജസ്റ്റ് അമ്മൂമ്മ എടുത്ത് കണ്ടു. അപ്പോൾ അപ്പൂപ്പനെ പോകുന്ന വഴി കണ്ട് അപ്പൂപ്പനെ ചീച്ച് കാണിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇങ്ങനൊരു സംഭവം നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഇന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെ ആക്രമിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഒന്ന് കേൾക്കുന്നു. ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇന്ന് നിൽക്കുന്നത് 10 മണിക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബന്ധുക്കളിൽ ആദ്യം ഇവിടെ ഓടിയെത്തുന്നത് വിഷ്ണുവാണോ? അല്ല, ഇവിടെ നമ്മുടെ ബന്ധുക്കാരാണ് താമസിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ മരിച്ച അമ്മൂമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഇവിടെ ഉള്ളത്.